all, welcome back to my YouTube channel. So ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. യൂഷ്വലി ഞാനൊരു 10 o'clock അല്ലെങ്കിൽ 10:30 മാക്സിമം അതിനുള്ളിൽ പഠിക്കാനിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ 10:45 ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി. കുഴപ്പമില്ല. പിന്നെ പ്ലാനും അതുപോലെ തന്നെ പ്രീവിയസ് ഡേ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഞാനായിരുന്നു. പക്ഷെ അന്ന് അതും ചെയ്തില്ല. അപ്പം അതുകൊണ്ടും കൂടി ഒരു 10:45 ഒക്കെ ആയി ടൈം. എന്നാലും ഞാൻ പെട്ടെന്ന് പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഡേ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഓൾറെഡി പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഡേ ആണെങ്കിൽ പിന്നെ തീർന്നു. എന്ത് പഠിക്കണം, ഇത് പഠിക്കണോ, അത് പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആയി അത് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടൈം അവിടെ വേസ്റ്റ് ആവും. ഞാൻ പക്ഷെ ഓൾറെഡി ഒരു 10 ടോപ്പിക്സ് ഇത്ര ഡേയ്സിനുള്ളിൽ കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വേറൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് നോക്കി ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതിയാൽ മാത്രം മതി, റീഅറേഞ്ച് ചെയ്തിട്ട്. അതുകൊണ്ടാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത്, ഞാൻ ഓൾറെഡി പറഞ്ഞു ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അയ്യോ തീരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതാകുമ്പം പെട്ടെന്ന് ചെയ്ത ആൻസേഴ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് എനിക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ആവും. അപ്പം എൻ്റെ മൂഡ് ഒന്ന് ബൂസ്റ്റ് ആവും. സോ മാത്സിൽ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീവിയസ് ഡേ പഠിച്ച സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്നുള്ള ടോപ്പിക്ക് ഞാൻ റീകളക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മറന്നതായിട്ട് തോന്നി, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് നന്നായിട്ട് റിവിഷൻ ചെയ്തു. ഒരു 30 മിനിറ്റ്സ് മാത്രമേ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ജോഗ്രഫിയിൽ ആ ടോപ്പിക്കും കവർ ചെയ്തു. അതിനുശേഷം ഞാൻ ആ കവർ ചെയ്യുന്നതനുസരിച്ച് തന്നെ ഇങ്ങനെ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ പ്ലാനിൽ ഇങ്ങനെ ടിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ആവും, ഇനി ഇത്ര ഏരിയ കവറായി എന്നൊക്കെ ഉള്ളത്. അപ്പം അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്യാനിട്ടതൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തു കൊണ്ടുപോയിടണമായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു വാക്ക് പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഒന്നുകൂടി റിഫ്രഷ്ഡ് ആയി. പിന്നെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷും മാത്സും ഞാൻ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് ഓൾറെഡി പഠിച്ചതാണെങ്കിൽ നമുക്ക് അറിയുന്ന ഏരിയാസ് ആകുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുമല്ലോ. അപ്പം എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാതെ വരുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പം എറേഴ്സ് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ആ പഠിച്ച ഏരിയാസ് തന്നെ ഒന്നും കൂടെ നല്ല തറവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് ടോപ്പിക്സ് ചെയ്ത് എഴുതിയെടുത്ത് അങ്ങനെ തന്നെ ആക്കിയിട്ട് പഠിക്കുന്നുണ്ട്. സോ ആ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ അറിയുന്ന ഏരിയയിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ട് എറേഴ്സ് വന്ന് മിസ്റ്റേക്സ് വന്ന് നെഗറ്റീവ് മാർക്ക് വരുത്തണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ എക്സ്ട്രാ അങ്ങോട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ടു ഡു ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ആണ്. അങ്ങനെ ടിക്ക് ചെയ്ത് വന്നപ്പോൾ എല്ലാം കൂടി ഓൾമോസ്റ്റ് ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ 1 to 1:30 വരെ ഓൾമോസ്റ്റ് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതും ഒരു 1 hour വീഡിയോ ആയിരുന്നു. 2024 ജാനുവരിയിൽ ഹോൾ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ഓൾറെഡി പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്നൊന്ന് കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഞാൻ റാൻഡമായിട്ട് കണ്ടൊരു യൂട്യൂബ് വീഡിയോ ആണ്. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ മാത്രം പഠിച്ചാൽ പോരല്ലോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടും കൂടി പോകേണ്ടതുകൊണ്ട് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു അത്. ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു ചാനലാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും ഒരു 1 hour വീഡിയോ ആണ്. പക്ഷെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കംപ്ലീറ്റ് ചെയ്യുന്ന ബാക്കി പ്ലാനൊക്കെ കുളമാവുന്നുള്ളത് കൊണ്ട് ഞാനൊരു 40 മിനിറ്റ്സിൽ അവിടെ പോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക് ഞാൻ വലിയൊരു ബ്രേക്കാണ് ആക്ച്വലി എടുത്തത്. ഞാൻ ഇത്രയൊന്നും എടുക്കാറില്ല. ഞാനൊരു ഹാഫ് ആൻ അവർ, മാക്സിമമാണ് ഹാഫ് ആൻ അവർ. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ 15 മിനിറ്റ്സിൽ ലഞ്ച് കഴിച്ച് വേഗം വന്ന് വീണ്ടും ഇരിക്കും. പക്ഷെ ഇന്ന് ഹസ്ബൻഡ് വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ ലേറ്റായി. ഞങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ അതിനുശേഷം ഒരു 3:10 ആയപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ IT, ഇത് ആക്ച്വലി എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. IT എനിക്ക് പ്ലാന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് അവിടെ എക്സാം ഉണ്ട് IT എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഈ ഒരു ഏരിയ എനിക്ക് ഒട്ടും അറിയാത്തൊരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി കവർ ചെയ്തതാണ് ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായതൊക്കെ. എനിക്ക് അങ്ങോട്ടും മാറിപ്പോവും. ഓപ്ഷൻസ് കാണുമ്പോൾ ഇതാണോ അതാണോ എന്ന് തോന്നും. ഒന്നും പഠിക്കാത്ത ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് റീകളക്ട് ചെയ്യാൻ നോക്കാറുണ്ട്, ഇതെന്തായിരുന്നു അതെന്തായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പഠിക്കാത്ത പോലെ തോന്നും. അപ്പോൾ എനിക്ക് ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ ഒട്ടും പഠിക്കാതെ വെച്ചിട്ട് സാധനമാണ് ഈ IT എന്ന് പറയുന്നത്. പക്ഷെ അത് വീണ്ടും എടുക്കേണ്ടി വന്നു, കാരണം എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ഇതും
നന്നായിട്ട് പഠിക്കണം തോന്നിയോണ്ട് പിന്നെ അതെടുത്ത് പഠിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലാനിലേ ഉണ്ടാവാത്ത കാര്യം, പക്ഷെ ഞാൻ പഠിച്ച് വന്നപ്പോൾ അവസാനം ഒരു 4 hours വരെ അതായി പഠിത്തം. പക്ഷെ ബാക്കിയുള്ള പ്ലാനിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് കവർ ചെയ്യാൻ പറ്റിട്ടോ, എക്സെപ്റ്റ് മലയാളം പിന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുക ചെയ്തത്, കാരണം അതിനും കൂടി എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം നാളെ നെക്സ്റ്റ് മലയാളം എനിക്കൊന്ന് പഠിക്കണം, കാരണം ഇന്നലെയും പഠിച്ചില്ല ഇന്നും പഠിച്ചില്ല. അപ്പം നാളെ ഇനി പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അധികം നിങ്ങൾ കാണുന്നുണ്ടാവുക ഈ റാങ്ക് ഫയലായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും റാങ്ക് ഫയൽ എന്താ ഇങ്ങനെയെന്നല്ലേ. ഇത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പക്ഷെ അത് ഞാൻ കട്ട് ചെയ്ത് ഓരോ പീസസ് ആക്കിയിട്ട് ആണ് പഠിക്കുന്നത്. ഞാൻ ഡാനിഷ് ഡോക്ടർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വലിയ ബുക്സ് കാണുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, പക്ഷെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് കാണുമ്പോൾ ഇത് എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും എന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് റാങ്ക് ഫയൽ എടുത്തിട്ടുണ്ട്, സോ ദാറ്റ് ഞാൻ ക്ലാസ് പോകുമ്പോഴാണെങ്കിലും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് എക്സാം ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ഉറക്കമൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് ഈവനിങ്ങിലേക്ക് മാറ്റി. അങ്ങനെ ഈവനിങ്ങിലേക്ക് ഞാനൊരു 1:30 ഒരു 1 hour 30 minutes ടൈം സെറ്റ് ചെയ്തിട്ട് ഞാനൊരു എക്സാം ചെയ്തു. പക്ഷേ ഞാൻ റിസൾട്ടിൽ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. കുറേയധികം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും നെഗറ്റീവ്സ് കുറയ്ക്കണം എന്നുള്ളത്, പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചധികം നെഗറ്റീവ്സ് വരുന്നു, സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പം എനിക്ക് നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊരു മോക്ക് ടെസ്റ്റ് സീരീസോ എന്തെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എക്സാം അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നത് മാത്രമല്ലാതെ ബാക്കിയുള്ള ഇപ്പോഴത്തെ ഒരു ലെവൽ ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ പഠിക്കാനിരിക്കുന്നത് നൈറ്റിലാണ്, കാരണം ബേബീൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം നൈറ്റ് പഠിക്കാനിരുന്നു. കമ്പ്യൂട്ടറും കൂടെ പഠിച്ചിട്ട് അങ്ങനെ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ 7 hours ടാർഗറ്റ് വെച്ചിട്ട് 8 hours കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.